വിധേയമാക്കാതെ തള്ളിക്കളയുന്നു എന്നൊക്കെയാണ് റെജി ലൂക്കോസ് പറയുന്നത്. പക്ഷേ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത് ആണോ? അത് മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഈ കത്ത് ചോർന്ന് ഡൽഹി ഹൈക്കോടതിയിൽ വന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ ഈ കത്തേ ഒരു പ്രശ്നമില്ല, ഈ കത്തൊക്കെ ഞങ്ങൾ പലതവണ കണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നാണോ ശ്രീത്ത്? താങ്കൾ ആ കത്ത് വായിച്ചുവല്ലോ. അത് മാത്രമല്ല, DGPക്ക് ഇദ്ദേഹം കൊടുത്തത്, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയൊന്നും ഞാനിവിടെ എനിക്കറിയില്ല, ഇദ്ദേഹം എത്തരത്തിലുള്ള ആളാണ്, ഈ പരാതി നൽകിയ ഷർഷാദ് എന്നൊന്നും. പക്ഷേ ഞാനിവിടെ ഇതിൽ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു കാരണം ഈ കത്ത് ചോർന്നു എന്നുള്ള കാര്യത്തിലാണ്. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയായിരുന്നു. അവിടെ MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിൻ്റെ പേര് ആ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹമാണ് ഈ കത്ത് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയതെന്ന് സംശയിക്കുന്നതായി പരാതിക്കാരൻ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം പോലും ചർച്ചയ്ക്ക് വന്നത്. ശ്രീത് പണിക്കർ. ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്നോ ഇതിന്റെ നിജസ്ഥിതി എന്താണെന്നോ ആർക്കും തന്നെ അറിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. തന്നെയുമല്ല, അതിൽ കുറേയധികം വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളുമുണ്ട്. അത് മുമ്പ് ഒരു സന്ദർഭത്തിൽ അത് പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ് എന്ന് കരുതി അതിലൊന്നും തന്നെ നമ്മുടേതായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാകണം എന്ന് ഞാൻ കരുതുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഈ ആരോപണത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ എന്തെങ്കിലും രീതിയിലുള്ള പരാമർശം നടത്താനും ആഗ്രഹിക്കുന്നില്ല. തന്നെയുമല്ല, അദ്ദേഹം ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള തട്ടിപ്പ് കാണിച്ചിരിക്കുന്ന ആളാണോ അല്ലയോ, ഇനി ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഭാര്യ അല്ലെങ്കിൽ മുൻ ഭാര്യ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ സത്യസന്ധത എന്താണ്, അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു പരാതി CPM പോലെയുള്ള ഒരു പാർട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന്റെ നിജസ്ഥിതി CPMന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം, ഈ പരാതി അല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ CPMന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് മുമ്പ് പ്രാഥമികമായിട്ടെങ്കിലും അവരുടെ ഏറ്റവും ഉന്നത തലത്തിൽ ബോധ്യപ്പെട്ടതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലായിരുന്നുവെങ്കിൽ ഈ പാർട്ടി സമ്മേളനം നടക്കുന്നതിന്റെ, പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിന്റെ തലേ ദിവസം എന്തോ ആണ് PB അംഗത്തിന് ഈ ഒരു പരാതി ചെല്ലുന്നത്. ഉടനെ തന്നെ PB അതിലൊരു യോഗം കൂടുന്നുണ്ട് ആ രാത്രി തന്നെ. അതിനുശേഷം ഇദ്ദേഹത്തിനോട് അവിടെ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞു എന്ന രീതിയിലാണെന്ന് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ എത്തുന്നു, അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇനി അത് ഈ കത്തിന്റെ പുറത്ത് തന്നെ എടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്ന രീതിയിലുള്ള കൺഫർമേഷനും അന്ന് ഉണ്ടായിരുന്നതാണ്. കാരണം ഒരു പരാതി വന്നിട്ടുണ്ട് എന്നും അത് PB പരിശോധിച്ചുവെന്നും അത് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയുള്ള പരാതിയാണ് എന്നും അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ശ്രീ എളമരം കരീമാണ്. തന്നെയല്ല, ശ്രീ MA ബേബിയോട് ഇതിനെ പറ്റിയിട്ടുള്ള നിലപാട് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് പറഞ്ഞത് മാധ്യമങ്ങളോട്, നിങ്ങൾക്ക് കിട്ടിയ സോഴ്സിനോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചാൽ മതി എന്നാണ്. പക്ഷേ ശ്രീ എളമരം കരീം ഈ കാര്യം അത്രയും കൺഫേം ചെയ്തിരുന്നതാണ്. അതിന്റെ വീഡിയോ ബൈറ്റുകളുണ്ട്. ആൾക്കാർ ഒരുപക്ഷെ ഇതിനോടകം തന്നെ ഇത് വീണ്ടും കണ്ടിട്ടുമുണ്ടാകും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കത്ത് എന്ന് പറയുന്നത് 25 പേജ്, ഇതാണ് ആ കത്ത്, ഇങ്ങനെയാണ്. പക്ഷേ ഇതേ കത്ത് തന്നെ ഇതിന് മുൻപ് പുറത്തു വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM പ്രതിരോധം തീർക്കുന്നത്. ഈ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്ത് ഈ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ഡയറക്റ്റ് ആയിട്ട് ഇന്ന സാമ്പത്തിക ഇടപാട് നടത്തിയെന്നോ രാജേഷ് കൃഷ്ണയുമായിട്ട് ഇന്ന ഇടപാടുണ്ടായിരുന്നോ എന്നൊന്നും കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഷർഷാദ്, അദ്ദേഹം തത്സമയം വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പിന്നീട് ബൈറ്റ് കൊടുത്ത സമയത്താണ് ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇതല്ല, ഇത് മാത്രമല്ല, ഇതിനും അപ്പുറം ചില രേഖകൾ കൂടി ഈ കത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, അതുകൂടി നൽകിയിട്ടുണ്ടായിരുന്നു, അതും കോടതിയിലെത്തി എന്നാണ് അദ്ദേഹം പുറത്തുവിട്ടത്. ഈ കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 25 പേജ് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എണ്ണി നോക്കിയപ്പോൾ ഏകദേശം അത്രയും പേജുകൾ തന്നെ വന്നിട്ടുമുണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്ത്. അപ്പോൾ ഇത് പുറത്തു വന്നിട്ടുണ്ട്, പക്ഷേ മറ്റു കുറേ രേഖകളുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതാണ് റെജി പറഞ്ഞത്, ഇതൊക്കെ നേരത്തെ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ് എന്ന്. അല്ല, നേരത്തെ ചർച്ച ചെയ്ത ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, CPMന്റെ PBക്ക് ഒരാൾ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഘടകത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഔദ്യോഗികമായിട്ട് അവർ കൺഫർമേഷൻ പറയുമ്പോൾ അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് എന്ന് ശ്രീ എളമരം കരീം തന്നെ പറയുമ്പോൾ അതിലുണ്ടായിരുന്ന ആരോപണങ്ങൾ എന്താണ് എന്നുള്ളത് പ്രസക്തമാണ്. പ്രാഥമികമായിട്ടെങ്കിലും ആ കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആരോപണം വരുന്ന സമയത്ത് ഒരാളിനോട് ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 3 തരത്തിലുള്ള ആരോപണങ്ങളാണ്. അതിലൊന്ന്, ഇദ്ദേഹത്തിന് കുറേയധികം ഫ്രോഡിലന്റ് ആയിട്ടുള്ള ഡീലിങ്സ് ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള കുറെ പ്രോഗ്രാമുകളിൽ അദ്ദേഹം അത് നടത്തുന്നുണ്ട് എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമാണ് ഒരു ഭാഗത്ത്. രണ്ടാമതുള്ളത്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കുറേയധികം ക്രമക്കേടുകളെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിന് ഇല്ലീഗലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടത്തി എന്ന പേരിൽ, മണി ലോണ്ടറിങ് നടത്തി എന്ന പേരിൽ, ഒപ്പം നേതാക്കൾ പലർക്കും, CPMന്റെ പല നേതാക്കൾക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വ്യക്തിപരമായ സാമ്പത്തിക സഹായം നൽകി എന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണമുണ്ട്. മൂന്നാമത്, അദ്ദേഹം
ബിസിനസ് മാൽ പ്രാക്ടീസസ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബിസിനസ് മാനിപ്പുലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ 3 തരത്തിലുള്ള ആരോപണങ്ങൾ അതിന്റെ സത്യസന്ധതയോ നിജസ്ഥിതിയോ എന്തായാലും അങ്ങനെ ഒരു പരാതി കിട്ടുന്ന സമയത്ത് PB യോഗം കൂടുന്നു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, എനിക്കറിയാൻ താല്പര്യമുള്ള ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അന്നെടുത്തിരുന്ന തീരുമാനത്തിൽ ഇന്ന് CPM ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ കാര്യം ഈ ചർച്ചയിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ അറിഞ്ഞാൽ നന്നായിരിക്കും. ഏത് തീരുമാനമാണ് ഈ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ എടുത്ത നിലപാട്? അതാണ് ഉദ്ദേശിച്ചത്. അതെ, രാജേഷ് കൃഷ്ണയെ അവിടെ നിന്ന് മാറ്റി നിർത്തിയത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് CPM ഇപ്പോഴും കരുതുന്നുണ്ടോ? അതോ അന്ന് അങ്ങനെ ചെയ്തിരിക്കുന്നത് തെറ്റാണ് എന്നാണോ CPM കരുതുന്നത്? അന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PB അദ്ദേഹത്തിനോട് മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നീ കാര്യങ്ങൾ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, അതും ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇപ്പോൾ ഈ പരാതി ചോർന്നു എന്ന് പറയുന്നതും ഈ രാജേഷ് കൃഷ്ണയോടുള്ള നിലപാട് അന്നത്തെ നിലപാട് തന്നെയാണോ ഇപ്പോഴുള്ളത് എന്നത് വിശദീകരിക്കണം എന്നും പറയുന്നതിൽ, ആ നിലപാട് തന്നെയാണോ ഉള്ളതെന്ന് പറയണം എന്നും ആവശ്യപ്പെടുന്നത്, അത് തമ്മിലൊരു ബന്ധം എങ്ങനെയാണ് ശ്രീജിത്ത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനെതിരെ ഒരു പരാതി കിട്ടുന്നു. ആ പരാതി കിട്ടുമ്പോൾ ആ പരാതി അന്വേഷിച്ചതിന് ശേഷമാണ് സാധാരണഗതിയിൽ PB ഒരു നിലപാടെടുക്കുക. അതാണ് എളമരം കരീം അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 2, അദ്ദേഹത്തിനെതിരെ പിന്നീട് തുടർന്ന് എന്ത് നടപടി എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആരോപണത്തിന്റെ സത്യസന്ധത എത്രത്തോളം CPM-ന് ബോധ്യമുണ്ട്. പ്രാഥമികമായിട്ട് കിട്ടുന്ന വിവരം എന്ന് പറയുമ്പോൾ ഒരാളിന്റെ പരാതി അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. പക്ഷെ അത് ഇപ്പോഴും CPM-ന് അതിലുള്ള ബോധ്യം എന്താണ് എന്നുള്ളത് ഒരു വിഷയം. 2, ഇനി അഥവാ ഈ പറയുന്നത് പോലെ ഈ കത്ത് CPM-ൽ തന്നെയുള്ള ശ്രീ MV ഗോവിന്ദന്റെ മകന്റെ പക്കൽ നിന്നോ അല്ലെങ്കിൽ ശ്രീ MV ഗോവിന്ദന്റെ പക്കൽ നിന്നോ ഒക്കെയാണ് ഇത് ലീക്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് പ്രസക്തമാണ്. കാരണം രാജേഷിനെ മനഃപൂർവ്വം വെറുതെ അപകടത്തിൽപ്പെടുത്തുന്നതിന് വേണ്ടി, ആരോപണത്തിന്റെ ഭാഗമായി നിർത്തുന്നതിന് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ് എന്ന ഒരു ബോധ്യം CPM-ന് ഉണ്ടായിട്ടുണ്ടോ? അതല്ല എങ്കിൽ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ശ്രീ MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് അസംബന്ധത്തിന് മറുപടി പറയില്ല എന്ന് മാത്രം പറയുന്നത്? ഇതിനു മുമ്പ് കേരളത്തിൽ എത്രയോ അസംബന്ധങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിനെല്ലാം തന്നെ മറുപടി പറയുന്നതിനും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും തയ്യാറായിട്ടുള്ളയാളാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മറുപടി തന്നെയല്ലേ വേണ്ടത്? കാരണം ഇങ്ങനെയൊക്കെയാണെങ്കിൽ പാർട്ടിയെ മോശമാക്കാൻ നടത്തുന്ന മറ്റൊരു ഇടപാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ പ്രതിരോധം തീർക്കേണ്ടതാണ്. പക്ഷേ ഈ അസംബന്ധം എന്ന് പറഞ്ഞ് ഒഴിയുക എന്ന് പറയുമ്പോൾ അതിൽ മറയ്ക്കുവാൻ എന്തോ ഉണ്ട് എന്നതാണ് ശ്രീ റജി ലൂക്കോസ്. അല്ല, നിങ്ങൾക്ക് അങ്ങനെ വ്യാഖ്യാനിക്കുക. കേരളത്തിന്റെ സമന്വിതനായ പോളിറ്റ് ബ്യൂറോ മെമ്പർ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് നിങ്ങളിപ്പോ നാളെ വേറൊരു വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി പറയാൻ മാത്രം സമയം കിട്ടത്തുള്ളൂ. തന്നെയുമല്ല, ഈ വ്യക്തി തന്നെ പറഞ്ഞ വേറൊരു വെളിപ്പെടുത്തലുണ്ട്. അദ്ദേഹം പറഞ്ഞ ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹം രണ്ടാമത് തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്തുള്ള പരാതി പറഞ്ഞു. പിന്നെ കോടിയേരി അത് അന്വേഷിച്ചിട്ട് അതിനകത്ത് യാതൊരു വസ്തുത അടിസ്ഥാനമില്ലെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയ ഒരു പരാതിയാണെന്ന് ഈ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. എന്താ പേര് ഷർഷാദ് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരം ഷർഷാദുമാർ ഒരുപാട് പേര് രംഗത്ത് വരും. അല്ല, ഇത് പരാതിയിൽ കഴമ്പുണ്ടെന്നാണ്. അല്ലല്ല, പരാതി അന്വേഷിച്ചതാണ്. അതുകൊണ്ടാണല്ലോ പാർട്ടി എന്റെ ചോദ്യം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിയെങ്കിൽ PB എന്തുകൊണ്ട് തള്ളിയില്ല? അതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അന്ന് പ്രാഥമികമായി PB-ക്ക് ഇതിൽ ഒരു ബോധ്യം ഉണ്ടായിരുന്നോ? ഇപ്പോ PB ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ശ്രീജിത്ത് പണിക്കരെ, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സംബന്ധിച്ചോടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മേൽക്കടലുകൾക്കുള്ളിൽ ഉള്ള സ്വാഭാവികമായ നടപടിക്രമമുണ്ട്. അത് CPM കുറിച്ച് സ്ട്രോങ് ആണ്. ഒരാളെ കുറിച്ച് പരാതി കിട്ടിയാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സത്യാവസ്ഥ ബോധ്യപ്പെടാതെ ഉണ്ടെന്നും ഒരു പാർട്ടി നടപടി സ്വീകരിക്കത്തില്ല. പ്രത്യേകിച്ച് CPM നിങ്ങൾ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിച്ചൊന്നും നടപടി എടുക്കത്തില്ല. പാർട്ടി അന്വേഷിച്ചിട്ട് കൃത്യമാണെങ്കിൽ നടപടി എടുക്കുക. അയാളെ പുറത്താക്കണ പുറത്താക്കുകയും ചെയ്യും. പാർട്ടി അന്വേഷിച്ചിട്ട് ഇയാളുടെ പേരിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടില്ലേ അയാളെ പിന്നെ ദേശീയ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് അയാളെ പുറത്താക്കിയത്. അത് എളമരം കരീം അംഗീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രകാശ് കാരാട്ട് അതിനെ കുറിച്ച് പ്രതികരിച്ചു. പിന്നെ ഇതിനകത്തന്നെ സംശയമുള്ളത് ഒരു സംശയമില്ല. അയാളെ ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ചോദ്യം മറുപടി കിട്ടണമെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസിൽ അയാളെ എടുക്കുമില്ലെന്ന് ഒരു അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇപ്പൊ ഇതിനൊരു മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യമുണ്ട്. അത് പാർട്ടി ഇയാളെ പുറത്താക്കിയത് ഈ കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന മറ്റു കാരണങ്ങളെ കുറിച്ചും അന്വേഷണം വേണം. അല്ല, ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരാൾ കത്ത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രസക്തി. ഒരാളെ കുറിച്ച് എന്തെങ്കിലും രീതിയിലുള്ള നിരീക്ഷണത്തിൽ അയാൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ യോഗ്യനല്ല എങ്കിൽ അയാളെ മാറ്റി നിർത്തി അയാളോട് പോകാൻ പറയും. ഈ പരാതി വരുന്നത് വരെ പാർട്ടിക്ക് പ്രിയങ്കരൻ തന്നെയായിരുന്നു, പാർട്ടി നേതാക്കൾക്ക് പ്രിയങ്കരൻ തന്നെയായിരുന്നു ഈ പറയുന്ന രാജേഷ് കൃഷ്ണ. പാർട്ടി നേതാക്കൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്തിരുന്ന ആൾ തന്നെയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു അവതാരം തന്നെയായിരുന്നു. ആ അവതാരത്തെ മാറ്റി കാരണമായി വന്നത് ഈ കത്താണെങ്കിൽ ഈ കത്തിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടി നേതാക്കളുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഇക്കാര്യം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ കത്ത് കോടതിയിൽ എത്തുന്ന രീതിയിൽ ചോർത്തി കൊടുത്തത്. അതാണ്. അപ്പോൾ അത് തമ്മിൽ ലിങ്ക് ആയി കഴിഞ്ഞു ശ്രീ റജി ലൂക്കോസ്. അല്ല മഞ്ജുഷ്, എനിക്ക് അറിയ സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. അതായത്
ഒരാളൊരു ആരോപണമായിട്ട് വരുന്നു, അയാൾ കുറെ ആളുടെ പേര് പറയുന്നു, എന്താണ് അതിനുള്ള തെളിവ്? അയാൾ അയാളെന്താ പറഞ്ഞ ബഹുമാനപ്പെട്ട MP രാജേഷിനെ കുറിച്ചൊക്കെ തോമസ് ഐസക്കിനെ കുറിച്ചൊക്കെ എന്ന് പറയുന്നുണ്ട്. ഇത്ര രൂപ വാങ്ങിച്ചു ഇന്ന ബാങ്കിലൂടെ ഈ അക്കൗണ്ടിലൂടെ, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് ഇയാൾക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ പാർട്ടി അന്വേഷിക്കാൻ ബാധ്യസ്ഥ പാർട്ടി അന്വേഷിക്കും. ഇതിനുമ്പോ ഒരു വ്യക്തിയാണ് കുടുംബജീവിതത്തിലെ ഉണ്ടായ തകരാറിന്റെ പേരിൽ അതിലിങ്ങനെ കുറെ കത്തുമായിട്ട് നടക്കുന്നവരൊക്കെ മറുപടി പറയാൻ മാത്രം ആർക്കെതിരെയാണ് ആ പരാതി വന്നത് എന്നൊക്കെ പരിശോധിക്കണം. മാത്രമല്ല, ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്നുള്ളത് ഏതെങ്കിലും മറവിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളല്ല. പരസ്യമായിട്ട് അദ്ദേഹം ഈ പാർട്ടി നേതാക്കൾക്കൊപ്പമൊക്കെ സഞ്ചരിച്ച ആൾ തന്നെയാണ്. പാർട്ടി നേതാക്കൾക്ക് അയാളുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു ഒഴിയുവാനും പറ്റുകയില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കണം. ഷർഷാദിന് അദ്ദേഹത്തിൻ്റെതായ ചില കാരണങ്ങളൊക്കെ ഉണ്ടാകാം. അവർ തമ്മിൽ